ഹായ്, ഞാൻ കഴിഞ്ഞ ദിവസേ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ഫ്രൂട്ടിനെ കുറിച്ചിട്ട്. ഇതിൻ്റെ പേരറിയാവോ, അതിൻ്റെ ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ ഓൾമോസ്റ്റ് കുറേ ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആരും തന്നെ അതിൻ്റെ ശരിയായിട്ടുള്ള പേര് കമൻറ്റിൽ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് തന്ന ഇതിനെക്കുറിച്ചിട്ടൊരു ഫുൾ വീഡിയോ ചെയ്യാം എന്നുള്ളത്. കാരണം ഇത് കേരളത്തിൽ അത്ര പരിചിതമല്ലാത്തൊരു ഫ്രൂട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വന്നത്. അതുപോലെ തന്നെ ഈ ഫ്രൂട്ടിൽ നിങ്ങളൊന്ന് നോക്കിക്കേ, ഇത് കറക്റ്റ് ആ ഒരു കിടക്കുന്ന കാണുമ്പോൾ ഒരു ചെറുനാരങ്ങ കിടക്കുന്ന പോലെയാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. ആ ചെറുനാരങ്ങയുടെ പോലെ ആ ഒരു ഷേപ്പിലൊക്കെയാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ആ തണ്ടും ഇതിൻ്റെ ആ ഒരു സ്ട്രക്ചറും ലീഫും ഒക്കെ കാണുമ്പോൾ നമുക്ക് മാംഗോസ്റ്റിൻ ഫാമിലിയിൽപ്പെട്ട മാംഗോസ്റ്റിൻ്റെ ഒക്കെ തണ്ടുകൾ ഏകദേശം ഇതിൻ്റെ ലീഫൊക്കെ ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് തോന്നുന്നു അത് മാംഗോസ്റ്റിനാന്ന് തോന്നുന്നതാണ്. പിന്നെ ബെറാബ എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ട് ഉണ്ട്. അപ്പോൾ അത് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും ബെറാബ ഫ്രൂട്ട്. അതാണെങ്കിൽ അത് ഇത്ര വലിപ്പം വയ്ക്കില്ല, ചെറിയൊരു ബോൾ പോലുള്ളൊരു ഫ്രൂട്ടാണ്. അപ്പോൾ അത് പച്ച കളറാണ്. അപ്പോൾ അത് പഴുത്ത് കഴിഞ്ഞാൽ ഈ ഒരു മഞ്ഞ കളറിലേക്ക് വരും. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും ഈ ഒരു മഞ്ഞ കളറിൽ വരുമ്പോൾ അത് ബെറാബയാണോ എന്ന് തോന്നും. പക്ഷേ അല്ല, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തെക്കേ അമേരിക്കയിൽ നിന്നുള്ള ഒരു ഫ്രൂട്ടാണ്. ഇതിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലല്ല കേട്ടോ. നമ്മുടെ ലാറ്റിൻ അമേരിക്ക, അർജൻറ്റീന, അതേപോലെ തന്നെ മെക്സിക്കോ, ബ്രസീൽ ഇതൊക്കെ അടങ്ങുന്ന തെക്കേ അമേരിക്കയിലെ മഴക്കാടുകളിലാണ് ഇതിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത്. അവിടെ വളരുന്ന ഒരു പഴവർഗ്ഗമാണ് ഇത്. അവരുടെ വീടുകളിലൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുന്നതാണ്. നല്ല ഭംഗിയാണ് നിൽക്കുന്ന ഒരു അലങ്കാര ചെടിയായിട്ടൊക്കെ വെക്കാൻ പറ്റുന്നതാണ്. ഇതിങ്ങനെ ശാഖോപശാഖകളായിട്ടൊക്കെ ഇങ്ങനെ ചോട്ടിയുന്ന ശിഖരങ്ങളുണ്ടാവും. ആ ശിഖരത്തിലൊക്കെ ഫ്രൂട്ടുകൾ ഉണ്ടാവും. ഇങ്ങനെ മഞ്ഞ കളറിലും പച്ച കളറിലുമായിട്ട് കിടക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അവിടങ്ങളിലൊക്കെ ഇത് വളരെ സുലഭമാണ്. പക്ഷെ നമ്മുടെ ഇവിടെ ഉണ്ടാകും, നമ്മുടെ കേരളത്തിലും പിടിക്കും. ഏത് മണ്ണോ ഇതിന് അനുയോജ്യമാണ് വളരാനായിട്ട്, ഏത് മണ്ണിലും ഉണ്ടാകും. പക്ഷേ ഇതിൽ ഫ്രൂട്ട് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നല്ല മഞ്ഞുള്ള സ്ഥലങ്ങൾ, നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഇതിൽ ഫ്രൂട്ട് ഉണ്ടാവില്ല. അല്ലാതെ ഒരു ചൂട് ഒക്കെയുള്ള ക്ലൈമറ്റാണ് നല്ലത്. പക്ഷേ എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഇവിടെ നമുക്ക് ഇത്ര പെട്ടെന്ന് ഇതിൽ കായ ഉണ്ടായത്. ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൽ നമുക്ക് കായ ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ പേരെല്ലാവർക്കും അറിയണ്ടേ, നമ്മളതിൽ കമൻറ്റിൽ ആരും കറക്റ്റായിട്ട് പറഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് കാരണം ഒരു സസ്പെൻസ് ഇട്ടാണ് ഞാനും പറഞ്ഞത്. അപ്പോൾ ഗാർസീനിയ മഡ്രൂണോ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ചാരിച്ചുവേല എന്നാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഒരെണ്ണേ പറിച്ചെടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം, ക്ലോസ് കാണിച്ചു തരാം. അപ്പോഴത്തേക്ക് നിങ്ങൾക്കത് മനസ്സിലാവും. പച്ചയാണ് ഇവിടെ കിടക്കണം. ഇതൊരുമാതിരി പഴുക്കാം. ഇത് നോക്കിക്കേ, ശരിക്കും ഒരു ഒടിച്ചുകൂത്തി നാരങ്ങയുടെയൊക്കെ ആകൃതി തോന്നില്ലേ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ? അതുപോലെ തന്നെയാണ് ഇതിൻ്റെ പുറത്ത് ഫുള്ളിങ്ങനെ മുള്ളുകൾ പോലെ, ഒരു കുരുക്കൾ പോലെയാണ് ഇതിൻ്റെ പുറം ഭാഗം ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞു പിള്ളേരൊക്കെ പുറത്തൊക്കെ മേത്തൊക്കെ ചൂടുകുരുവൊക്കെ വരില്ലേ എന്ന് പറഞ്ഞ മാതിരിയാണ് നമുക്ക് ആ ഒരു ടെക്സ്ചറാണ് അതിൽ തൊടുമ്പോൾ എനിക്ക് തോന്നുന്നത്. അകത്ത് ഇങ്ങനെ ഒരു വെള്ള പൾപ്പാണ് കേട്ടോ. ഞാനത് പൊട്ടിച്ച് കാണിച്ചു തരാം. പക്ഷേ ഇത് ചെടിയിൽ നോക്കുമ്പോൾ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം മാംഗോസിൻ ഫാമിലിയിൽപ്പെട്ട മാംഗോസിനാണെന്ന് തന്നെ പറയുള്ളൂ. അതിൻ്റെ തണ്ടും അതിൻ്റെ ആ ശിഖരങ്ങളും അതിൻ്റെ ലീഫും എല്ലാം അതുപോലെ തന്നെയാണ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സീഡാണ് കേട്ടോ നമ്മൾ പുതിയ പ്ലാന്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിനകത്തുള്ള ആ ഒരു സീഡാണ്. നമ്മൾ കുടംപുളി അല്ലെങ്കിൽ അങ്ങനെ മാംഗോസിനൊക്കെ ആണെങ്കിലും അതിൻ്റെയൊക്കെ സീഡുകൾ നമ്മൾ എടുക്കില്ലേ പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കാനായിട്ട്, അതുപോലെ തന്നെയാണ് ഇതിൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് പൊട്ടിച്ച് കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ മാംഗോസിൻ്റെ അകത്തെ കറക്റ്റ് പൾപ്പ് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ആ ഒരു പുളി, ആ ഒരു മധുരവും, അതുപോലെ തന്നെ ആ കുടംപുളിയുടെ ആ ഒരു അകത്തുള്ള ഫീല് അതുപോലെയൊക്കെ തന്നെ ഈ സെയിം രണ്ടിൻ്റെയൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. ആ ഒരു ചെറിയ മധുരവും പുളിയും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ആ ഒരു പ്ലാന്റ് നമ്മുടെ വീട്ടിലൊക്കെ സിമ്പിളായിട്ട് വളർത്താൻ പറ്റുന്നതാണ്. കാരണം വെച്ചാൽ എല്ലാ മണ്ണിനോടും അത് സഹകരിച്ച് വളരുന്ന മരമാണ്. കാരണം ഏത് മണ്ണിലും അത് പിടിച്ചു വരും. അപ്പം ഒരുപാട് തണുപ്പുള്ള പ്രദേശങ്ങളിൽ മാത്രം കായ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെയൊക്കെ ഈ ഒരു പ്രദേശങ്ങളിൽ, ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെല്ലാം നല്ല സിമ്പിളായിട്ട് വളരും. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഇവിടെ ഇതിങ്ങനെ പിടിച്ച് പെട്ടെന്ന് തന്നെ നമുക്കിതിൽ ഫ്രൂട്ടൊക്കെ ഉണ്ടായത്. നമുക്കിതിൽ 2 വർഷമായിട്ട് നമുക്കിതിൽ നിന്ന് സ്ഥിരമായിട്ട് ഫ്രൂട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാനിതിനെക്കുറിച്ച് കഴിഞ്ഞ ഇടയ്ക്കാണ് സാറിനോട് ചോദിച്ച് മനസ്സിലാക്കിയത് ഇതെന്താണ് ഫ്രൂട്ട് എന്നുള്ളതും അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്നുള്ളതും. അപ്പോൾ സാറാണ് പറഞ്ഞത്, അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഇത് കട്ട് ചെയ്ത് പൊളിച്ചെടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ആ ഒരു മാംഗോസ്റ്റിൻ്റെ ആ ഒരു പൾപ്പ് പോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ചില ഇടങ്ങളിലൊക്കെ ഇതിനെ ലെമൺ ഡ്രോപ്പ് മാംഗോസ്റ്റിൻ എന്നൊക്കെയുള്ളൊരു വിളിപ്പേരുണ്ടെന്നുള്ളത് നമ്മുടെ അടുത്ത് സാറാണ് പറഞ്ഞു തന്നത് കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ലെമൺ കോട്ടൺ ക്യാൻഡിയൊക്കെ ഇല്ലേ, ഭയങ്കര കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ആ ഒരു ടെക്സ്ചറും അതിൻ്റെ ആ ഒരു പുളി ഫീലും ടേസ്റ്റും ഒക്കെ ഇതിനും വരുന്നുണ്ട് കേട്ടോ. നമുക്കിത് പൊട്ടിച്ച് നോക്കിയിട്ട് നമ്മൾ അതിനകത്തെ ആ ടെക്സ്ചർ ഒന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ. അപ്പോൾ നമുക്ക് ഈ ചാരിച്ചുവേല എന്നൊക്കെ വിളിക്കുന്ന നമ്മുടെ നാട്ടിൽ ലെമൺ ഡ്രോപ്പ് മാംഗോസ്റ്റിൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഫ്രൂട്ട് ഞാനൊന്ന് പൊട്ടിച്ച് കാണിക്കാം കേട്ടോ. ഇതിനകത്തെ ആ ഒരു പൾപ്പ് എങ്ങനെയാണെന്നുള്ളത്
ആ പൾപ്പ് കറക്റ്റ് നമ്മുടെ ഇത് പൊട്ടിക്കുമ്പോൾ അതിന് സ്മെല്ലും വരുന്നുണ്ട്, നമ്മൾ കുടംപുളിയൊക്കെ പൊട്ടിക്കുമ്പോൾ ഉള്ളൊരു സ്മെല്ല്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഗാർസീനിയ വിഭാഗത്തിൽപ്പെട്ട ഒരു ഫ്രൂട്ടാണ് ഇതെന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ കഴിച്ച് കാണിക്കാവേ. പുളിയുണ്ട്, മധുരമുണ്ട്, കഴിക്കാൻ നല്ല രസമാണ്. ഇതിൻ്റെ സീഡ് കളയണ്ട, നമുക്കത് പുതിയ പ്ലാന്റ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാനും പറ്റും. ബാക്കിയും കൂടെ കഴിക്കുവാണേ. ചെറിയ പുളിയുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ പ്ലാന്റിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലായില്ലേ? ശരിക്കും പറഞ്ഞാൽ ഇതൊരു ലെമൺ ഡ്രോപ്പ് മാംഗോസ് എന്നാണ് ഇവിടെ വിളിപ്പേരെങ്കിലും ചാരിച്ചുവേല എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ലെമൺ കോട്ടൺ മിഠായികളൊക്കെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള മിഠായിയാണ്, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് ഇതിന് വരുന്നത്. വിറ്റാമിൻ സിയുടെ ഒരു കലവറയാണിത്. അപ്പോൾ ഈ പ്ലാന്റ് നമുക്കും നമ്മുടെ വീടുകളിലൊക്കെ വെച്ച് പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ നല്ലൊരു അലങ്കാര ചെടിയായിട്ടൊക്കെ വെച്ച് പിടിപ്പിക്കാൻ നല്ല ഭംഗിയാണ് നിൽക്കുന്നത് കാണാനും. അതേപോലെ തന്നെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ എന്തായാലും അടുത്തൊരു വീഡിയോയുമായിട്ട് ഇതുപോലുള്ള വെറൈറ്റി ഫ്രൂട്ടുകളോ അല്ലെങ്കിൽ വെറൈറ്റി ഏതെങ്കിലും ചെടികളുമായിട്ട് വീണ്ടും ഞങ്ങൾ വരുന്നതായിരിക്കും.